നമസ്കാരം. ശിവചേട്ടൻ്റെ പടങ്ങളിൽ ഞാൻ അഭിനയിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ മിസ് ചെയ്ത പടങ്ങളാണ്. പടങ്ങളുടെ പേര് പറയല്ല, കാരണം എന്നേക്കാൾ കഴിവുള്ള പലരും ആ സിനിമകളിൽ അഭിനയിച്ചത് വിജയിപ്പിച്ചു കഴിഞ്ഞു, പിന്നെ പറയേണ്ട കാര്യമില്ല. പക്ഷെ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയത് 2 സിനിമയ്ക്കാണ്. പക്ഷെ എല്ലാവർക്കും അറിയാം ഭാരതം ഞാൻ അഭിനയിച്ചതാണ്. പക്ഷേ ഓഗസ്റ്റ് 1 ഞാൻ അഭിനയിച്ച സിനിമയാണ്. ഇത്ര വലിയ പെർഫോമൻസിലുള്ള ഒരു സ്കോപ്പൊന്നുമില്ല. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതവും എന്താ പറയുന്നത്, അത് എങ്ങനെ സിബിച്ചേട്ടത് ഒപ്പിച്ചെടുത്തു. കാരണം ഞാൻ സുഖങ്ങളെന്നും സോമനങ്ങളൊന്നും അഭിനയിച്ചിരുന്നു, MG സോമനെയും സുകുമാരനെ. പക്ഷെ സിനിമയിൽ എല്ലാവരും കേക്ക് അങ്ങനെ വിളിക്കത്തില്ല, സുഖങ്ങളെന്ന് വിളിക്കത്തില്ല. കാരണം നമ്മൾ വിളിക്കുന്നല്ലോ എല്ലാവരും അങ്ങളെന്ന് വിളിച്ചാലോ. അപ്പം സുഖേട്ടാന്ന് വിളിക്കും, സോമേട്ടാന്ന് വിളിക്കും. സോമേട്ടൻ്റെ ബന്ധുവും കൂടാ. ഇപ്പൊ സുഖുക്കളുടെ ജോഡിയായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നപ്പോൾ അമ്മ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും, സുഖുവിൻ്റെ ജോഡിയായിട്ട് പൊടിമോളെ വിളിച്ചാൽ ശരിയാവുമോ. പക്ഷെ ശരിയാക്കി എടുത്തു. അപ്പം ലൊക്കേഷനിൽ ചെന്നപ്പോൾ എല്ലാവരും നമ്മുടെ മേക്കപ്പ് മാനും അങ്ങനെയുള്ളൊരു അണിയറ പ്രവർത്തകർ കുറേ പേരുണ്ട്. അവരാണ് ഈ ബൂസ്റ്റപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. അവർ പറഞ്ഞു, പൊടിമോളെ ചിരിക്കരുത്, ചിരിച്ചാൽ പക്വത പോകും പൊടിമോളുടെ. പിന്നെ എപ്പോഴും ഇങ്ങനെ കൈയൊക്കെ എടുത്ത് അതുപോലെ സംസാരിക്കരുത്, ഇങ്ങനെ ഗൗരവത്തിരിക്കണം. മന്ത്രിയുടെ ഭാര്യ. അപ്പം ഇങ്ങനെ പുതച്ചിട്ടൊക്കെ ആരെങ്കിലും വരുമ്പോൾ ഇത്രയും ചിരിക്കാവൂ, എനിക്ക് ജന്മത്ത് പറ്റാത്ത കാര്യവും. അപ്പം അത് ആർട്ടിഫിഷ്യലായിട്ട് ഞാൻ വളരെ കൃത്യമായിട്ടൊരു പടം ചെയ്തതാണ്. പക്ഷെ അത് ഭയങ്കര സീൻസൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും പറഞ്ഞില്ല. ഭരതം എനിക്ക് എല്ലാം കൊണ്ടും ഒരുപാട് അനുഭവങ്ങൾ എന്ന പടമാണ്. ഇപ്പോഴാണ് എനിക്കത് അനുഭവമായിട്ട് തോന്നുന്നത്, അപ്പോഴല്ല. ഒരേ സമയത്ത് ഞാൻ ഭരതം, ജോർജ് ഊട്ടി, കെയർ ഓഫ് ജോർജ് ഊട്ടി, മറ്റേ നമ്മൾ അവിടുന്ന് മഞ്ചേരി പോയത് എൻ്റെ പൊന്നു തമ്പുരാൻ, ഞാനും സുരേഷ് അഭിനയിച്ച സിനിമ. സുരേഷ് എന്ന് വിളിക്കാവോ കേന്ദ്രമന്ത്രിയായിട്ട്? അങ്ങനെയൊന്നുമില്ലല്ലോ. അല്ല, ഞാൻ പെട്ടെന്ന് നേരത്തെ ബാബു എന്ന് വിളിച്ചു. സുരേഷിൻ്റെ വീട്ടിൽ വിളിക്കുന്ന ബാബു എന്നാണ്. ഞാൻ എന്നെക്കാട്ടി ജൂനിയറായിട്ട് വന്ന എല്ലാവരെയും എൻ്റെ ഇളയതാന്ന് സങ്കല്പിച്ചതാ. കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്നെ, ഗുരുത്വമില്ലാതെ ഇങ്ങനെ പേര് വിളിക്കേണ്ടി വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പം ഇത്രയും പരിചയപ്പെട്ട് ഇനി മാറ്റി വിളിക്കാനൊക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു സിനിമ. പിന്നെ ഇൻസ്പെക്ടർ ബൽറാം കണ്ണൂരിൽ, ബഷീർക്കയുടെ പടം, ഷർട്ടിലാണ്. അപ്പം സിബിച്ചേട്ടന് ഇൻസ്പെക്ടർ ബൽറാം അറിയാം, ഭരതവും ഉണ്ട്. അപ്പം ശശിയേട്ടനും സിബിച്ചേട്ടനും സംസാരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. ജോർജ് ഊട്ടി, കെയർ ഓഫ് ജോർജ് ഊട്ടി അവിടെ തന്നെ വെച്ച് നിർബന്ധമായിട്ട് ഷൂട്ടിങ് വെച്ച് അവിടെ തന്നെ വെച്ചു. അപ്പം പിന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു അങ്ങനെ ഓടാൻ പറ്റത്തില്ല, കാരണം അബുക്ക് കുറേ നാളിന് ശേഷം ഒരു പടം ചെയ്യാം, അവൻ കടം കൊടുത്തു പോയി എന്ന് പറഞ്ഞു. അങ്ങനെ ആ സിനിമ കട്ട് ചെയ്തു. ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് ഡേ എൻ്റെ ജീവിതത്തിൽ അപൂർവം ഒരു എക്സ്പീരിയൻസ് ആണ്. എല്ലാം റെഡിയായി പുറത്ത് വന്നപ്പോൾ കേൾക്കുന്ന ലാലേട്ടൻ താഴെ ഇറങ്ങി വന്നു, മഹാറാണി ഹോട്ടലിൽ തുളസി, ഞാനും KPS എഴുതി ചേച്ചി, രണ്ടുപേരും കൂടെ ഷൂട്ടിങ്ങിന് ഇറങ്ങുക. ഡയറക്ടർ